തൃശൂർ കമ്മീഷണർ ഓഫീസിലേക്ക് ബിജെപി നടത്തിയ മാർച്ചിൽ സംഘർഷം. പ്രവർത്തകർക്ക് നേരെ പോലീസ് 3 തവണ ജലപീരങ്കി പ്രയോഗിച്ചു. സുരേഷ് ഗോപിയുടെ ക്യാമ്പ് ഓഫീസ് ബോർഡിൽ കരിയോയിൽ ഒഴിച്ചവർക്കെതിരെ നടപടിയെടുത്തില്ലെങ്കിൽ ക്ലിഫ് ഹൌസിലും കരിയോയിൽ ഒഴിക്കുമെന്ന് ബിജെപി മുൻ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ. വോട്ട് വിവാദങ്ങൾക്കിടെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി തൃശൂരിലെത്തി. പരിക്കേറ്റ് ചികിത്സയിലുള്ള ബിജെപി പ്രവർത്തകരെ ആശുപത്രിയിൽ സന്ദർശിച്ചു. മാധ്യമങ്ങളോട് പരിഹസിച്ച് സുരേഷ് ഗോപി. വോട്ടുകൊള്ള ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വോട്ടർ പട്ടികകളുടെ വിശദ പരിശോധന തുടങ്ങി. വോട്ടർ പട്ടിക വിവാദത്തിൽ സംസ്ഥാന മുഖ്യ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥന് തെളിവുകൾ കൈമാറി VS സുനിൽകുമാർ. ഇരിങ്ങാലക്കുട ടൗൺ കോഓപ്പറേറ്റീവ് ബാങ്കിന്റെ ലാഭകരമല്ലാത്ത 3 ശാഖകൾ അടച്ചുപൂട്ടാൻ നീങ്ങുന്നതായി സൂചന. നിക്ഷേപ തുക തിരികെ ആവശ്യപ്പെട്ട് ദമ്പതികൾ ബാങ്കിന് മുന്നിൽ സമരം നടത്തി. വീടിന് ചുറ്റും കുടിവെള്ള ടാങ്കുകൾ ഉണ്ടെങ്കിലും കുടിവെള്ളം ലഭിക്കാതെ മാള കുരുവിലശ്ശേരിയിലെ കുടുംബങ്ങൾ. ടാങ്കുകൾ നിറയാൻ മഴ വരുന്നത് കാത്തിരിക്കേണ്ട അവസ്ഥയിലാണ് കുടുംബങ്ങൾ. നമസ്കാരം, വാർത്തകൾ വിശദമായി. തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർ ഓഫീസിലേക്ക് ബിജെപി നടത്തിയ മാർച്ചിൽ നേരിയ സംഘർഷം. പോലീസ് 3 തവണ ജലപീരങ്കി പ്രയോഗിച്ചു. ബിജെപി മുൻ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. സുരേഷ് ഗോപിയുടെ MP ഓഫീസിന്റെ ബോർഡിൽ കരിയോയിലൊഴിച്ച CPM പ്രവർത്തകനെതിരെയും ബിജെപി നേതാക്കളെ മർദ്ദിച്ച പോലീസിനെതിരെയും നിയമ നടപടി വേണമെന്ന് സുരേന്ദ്രൻ ആവശ്യപ്പെട്ടു. നടപടി സ്വീകരിച്ചില്ലെങ്കിൽ ക്ലിഫ് ഹൌസിലും മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും ഓഫീസിലടക്കം കരിയോയിൽ ഒഴിക്കുമെന്നും സുരേന്ദ്രൻ മുന്നറിയിപ്പ് നൽകി. മർദ്ദനത്തിന് നേതൃത്വം നൽകിയ പോലീസുകാർക്കെതിരെ സർക്കാർ നടപടിയെടുത്തില്ലെങ്കിൽ വീട്ടിൽ കയറി ചോദിക്കുമെന്നും സുരേന്ദ്രൻ ഭീഷണി മുഴക്കി. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചട്ടമനുസരിച്ചാണ് ബിജെപി വോട്ട് ചേർത്തിരിക്കുന്നത്. ഇനിയും വോട്ട് ചേർക്കും. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിൽ മത്സരിക്കാൻ കെ മുരളീധരനെയും VS സുനിൽകുമാറിനെയും കെ സുരേന്ദ്രൻ വെല്ലുവിളിച്ചു. മനഃപൂർവ്വം കാക്കിക്കുള്ളിലെ ഒരു സഖാവ് ആ ജില്ലാ പ്രസിഡന്റിന്റെ തലക്കടിച്ചിരിക്കുകയാണ്. ചെറിയ കാര്യമല്ല. അത് വെറുതെ വിടാൻ ഭാരതീയ ജനതാ പാർട്ടി എതിരായി മത്സരിച്ച മുരളീധരൻ താമസിക്കുന്ന ബൂത്തിലും സുനിൽകുമാർ താമസിക്കുന്ന ബൂത്തിലും വൻ ഭൂരിപക്ഷം ലീഡ് നേടിയിട്ടാണ് സുരേഷ് ഗോപി ജയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് സുരേഷ് ഗോപിയിലുള്ള വിരട്ടലും ഭീഷണിയൊന്നും തൃശ്ശൂരിൽ വേണ്ട, അത് നടപ്പില്ല എന്ന് പറയാൻ കൂടിയാണ് ഈ മാർച്ച് ഞങ്ങൾ സംഘടിപ്പിച്ചിരിക്കുന്നത്. ഞങ്ങൾ ഏത് സാധാരണ BJP പ്രവർത്തകൻ മത്സരിച്ചാലും തൃശൂർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ സുനിൽകുമാറിനെ വെല്ലുവിളിക്കും. തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ മാന്യമായി നടത്തുന്ന ഏർപ്പാടാണ്. BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി ശോഭ സുരേന്ദ്രൻ മാർച്ചിനെ അഭിസംബോധന ചെയ്തു. പോലീസുകാരെ കൊണ്ട് സുരേഷ് ഗോപിക്ക് മാത്രമല്ല മറ്റു പല BJP നേതാക്കൾക്കും സല്യൂട്ട് അടുപ്പിക്കുമെന്നും അവർ പറഞ്ഞു. രമേശ് ചെന്നിത്തലയ്ക്കും ഭാര്യയ്ക്കും 2 സ്ഥലത്ത് വോട്ടുണ്ടെന്ന് ശോഭ സുരേന്ദ്രൻ ആരോപിച്ചു. 2 സ്ഥലത്ത് വോട്ടുണ്ടെങ്കിൽ അത് നീക്കം ചെയ്യേണ്ട ഉത്തരവാദിത്വം സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തലപ്പത്തിരിക്കുന്നവർക്കാണ്. തൃശൂരിൽ നിന്ന് നിരവധി ക്രിസ്ത്യൻ, ഹിന്ദു പെൺകുട്ടികളെ കാണാതായിട്ടുണ്ട്. അതിനെതിരെ സമരം നടത്താനോ അവരെവിടെയെന്ന് അന്വേഷിക്കാനോ ഒരൊറ്റ കോൺഗ്രസുകാരും ഉണ്ടായിരുന്നില്ലെന്നും ശോഭ സുരേന്ദ്രൻ പറഞ്ഞു. ഞങ്ങൾക്കറിയാം എന്താണ് പോലീസ് എന്ന്. ഈ കാവൽ നിൽക്കുന്ന പോലീസ് അധികാരികളിൽ 60% പോലീസും നരേന്ദ്രമോദിയുടെ പോലീസുകാരാണ്. BJP അനുഭാവികളാണ്. ഞങ്ങൾക്കുമുണ്ട് കേരളത്തിൽ പോലീസ്. BJPയുടെ പണിയെടുക്കുന്ന പോലീസല്ല. ആ പോലീസ് കോൺഗ്രസുകാരനും മാർക്സിസ്റ്റുകാരനും BJPക്കാരനും ഒരുപോലെ ന്യായം കൊടുക്കുന്ന നാട്ടിലങ്ങോട്ട് നിവർത്തി അങ്ങ് നിൽക്കും ആണുങ്ങളെ പോലെ. നിങ്ങളെ കൊണ്ട് ഞങ്ങൾ പലർക്കും സല്യൂട്ട് അടിപ്പിക്കും. BJP ജില്ലാ പ്രഭാരി ഗോപകുമാർ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന ഉപാധ്യക്ഷന്മാരായ അഡ്വക്കേറ്റ് B ഗോപാലകൃഷ്ണൻ, അഡ്വക്കേറ്റ് അനീഷ് കുമാർ തുടങ്ങിയവരും സംസാരിച്ചു. TCV ന്യൂസ്, തൃശൂർ. തൃശൂരിലെ വോട്ട് വിവാദം രാഷ്ട്രീയമായി തന്നെ നേരിടാനൊരുങ്ങി BJP കേന്ദ്ര നേതൃത്വത്തിന്റെ അനുമതിയോടെ തുറന്ന പോരിന് BJP സംസ്ഥാന നേതൃത്വം. തൃശൂരിലെ വോട്ട് വിവാദം
സംസ്ഥാന തലത്തിൽ കത്തിപ്പിടിക്കുകയാണ്. ഈ വിഷയം വലിയ രാഷ്ട്രീയ കാര്യമായി തന്നെ ഏറ്റെടുക്കാനാണ് BJPയും തീരുമാനിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സിറ്റി പോലീസ് കമ്മീഷണറുടെ ഓഫീസിലേക്ക് BJP നടത്തിയ മാർച്ചിൽ കെ സുരേന്ദ്രനും ശോഭാ സുരേന്ദ്രനും ഉൾപ്പെടെയുള്ള നേതാക്കൾ പങ്കെടുത്തത് BJP സംസ്ഥാന കമ്മിറ്റിയുടെ നിർദ്ദേശത്തെ തുടർന്ന് എന്നുള്ളത് ഉദ്ഘാടന പ്രസംഗത്തിൽ ശോഭാ സുരേന്ദ്രൻ പറയുകയുണ്ടായി. ആലപ്പുഴയിലും മറ്റ് ജില്ലയിലും പരിപാടി ഉണ്ടായിരുന്ന ശോഭാ സുരേന്ദ്രനെയും കെ സുരേന്ദ്രനെയും സിറ്റി പോലീസ് കമ്മീഷണർ മാർച്ചിലേക്ക് BJPയുടെ മാർച്ചിലേക്ക് അടിയന്തരമായി എത്തിച്ചേരണമെന്നുള്ളത് സംസ്ഥാന കമ്മിറ്റിയുടെ നിർദ്ദേശമായിരുന്നു എന്നുള്ളതാണ് ശോഭാ സുരേന്ദ്രൻ പറയുകയുണ്ടായിരുന്നത്. അതുമാത്രമല്ല, ഈ വിഷയം അങ്ങനെ ചെറിയ രീതിയിൽ കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നില്ല. BJP ഇത് ഏറ്റെടുക്കുകയാണ്. അതുകൊണ്ട് തന്നെ വലിയ രാഷ്ട്രീയ കാര്യമായി ഉയർത്തിക്കൊണ്ടുവന്നത് കോൺഗ്രസും CPM-ഉം ആണെങ്കിലും ഇത് വലിയ രാഷ്ട്രീയ കാര്യമായി BJPയുടെ മുന്നോട്ടുള്ള നീക്കത്തിൽ വളർച്ചയിൽ വലിയ കാര്യമായി മുന്നോട്ട് കൊണ്ടുപോകും എന്നുള്ളതാണ് ശോഭാ സുരേന്ദ്രൻ പ്രസംഗത്തിൽ പറഞ്ഞത്. എന്തു തന്നെയായാലും വോട്ട് വിവാദം തൃശ്ശൂരിൽ അവസാനിക്കുന്നില്ല. കോൺഗ്രസും CPM-ഉം ഇതേ തുടർന്ന് ഒരുപാട് കാര്യങ്ങൾ പുറത്തു കൊണ്ടുവരുന്നു. അത് വലിയ വിവാദമാകുന്നു. അത് തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കാനുള്ള നീക്കമായിരുന്നു, കള്ളവോട്ടുകൾ ചേർക്കലായിരുന്നു എന്നുള്ളതാണ് കോൺഗ്രസിൻ്റെയും അതുപോലെ തന്നെ ഇടതിൻ്റെയും ആ ഒരു ആരോപണമായി നിൽക്കുന്നത്. ഇത് മറികടക്കാനുള്ള നീക്കവുമായി BJP സംസ്ഥാന നേതൃത്വം വരും ദിവസങ്ങളിൽ രംഗത്തെത്തും. കേന്ദ്ര നേതൃത്വത്തെ ഇത് അറിയിച്ചതായി എന്നുള്ളത് കൂടിയാണ് ശോഭാ സുരേന്ദ്രൻ പറഞ്ഞത്. അതുകൊണ്ട് ഈ വോട്ട് വിവാദം വരും ദിവസങ്ങളിലും തുടരുമെന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. TCVക്ക് വേണ്ടി ക്യാമറമാൻ അനന്തകൃഷ്ണനോടൊപ്പം മുകേഷ് ലാൽ. വോട്ടർ പട്ടിക വിവാദം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ കഴിഞ്ഞ ദിവസം തൃശൂരിലുണ്ടായ CPM-BJP സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി തൃശൂരിലെത്തി മൌനിയായി മടങ്ങി. അതേസമയം UDF-നെയും LDF-നെയും വെല്ലുവിളിച്ച് BJP മുൻ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ. തിരുവനന്തപുരത്ത് നിന്ന് വന്ദേ ഭാരത് ട്രെയിനിൽ രാവിലെ 9:30 തൃശൂരിലെത്തിയ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്ക് പ്രവർത്തകർ സ്റ്റേഷനിൽ വൻ വരവേൽപ്പ് നൽകി. മന്ത്രിയുടെ വരവറിഞ്ഞ് മാധ്യമപ്രവർത്തകർ എത്തിയെങ്കിലും ഒന്നും പ്രതികരിക്കാതെ കാറിൽ കയറി അശ്വിനി ആശുപത്രിയിലേക്ക് പോയി. ചികിത്സയിൽ കഴിയുന്ന തൃശൂർ സിറ്റി ജില്ലാധ്യക്ഷൻ ജസ്റ്റിൻ ജേക്കബിനെയും പ്രവർത്തകരെയും സന്ദർശിച്ചു. ഇവിടെയും പ്രതികരണമില്ല. പിന്നീട് അവിടെ നിന്ന് കഴിഞ്ഞ ദിവസം കരിയോയിൽ പ്രയോഗം നടത്തിയ ചേറൂരിലെ MP-യുടെ ക്യാമ്പ് ഓഫീസിലേക്ക് പോയി. പുറത്തിറങ്ങാൻ നേരം വീണ്ടും വോട്ടർ പട്ടിക വിവാദവും കന്യാസ്ത്രീകൾ ആക്രമിക്കപ്പെട്ട സംഭവവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഉന്നയിച്ചുവെങ്കിലും പ്രതികരിക്കാൻ തയ്യാറായില്ല. ഇതിനിടയിൽ കാറിൽ കയറാൻ നേരം നിങ്ങളുടെ സഹായത്തിന് നന്ദി എന്ന ഒരു വാക്കുമാത്രം പറഞ്ഞ് അദ്ദേഹം കോതമംഗലത്തേക്ക് പോയി. പിന്നീട് മാധ്യമപ്രവർത്തകരോട് പ്രതികരിച്ച കെ സുരേന്ദ്രൻ വോട്ടർ പട്ടിക ക്രമക്കേട് തെളിയിക്കാൻ UDF-നെയും LDF-നെയും വെല്ലുവിളിച്ചു. കേരളത്തിലെ ഒരു മന്ത്രി പറയുകയാണ് 60,000 വോട്ട് അദ്ദേഹം കള്ളവോട്ട് ചേർത്തിട്ടുണ്ട്, അതുകൊണ്ട് അദ്ദേഹം രാജിവെക്കണം, തൃശ്ശൂരിൽ ഉപതെരഞ്ഞെടുപ്പ് വേണം. എനിക്ക് LDF-നോടും UDF-നോടും നേതാക്കന്മാരോട് പറയാനുള്ളത്, എടോ 60,000 വോട്ട് ഒരു MLA പോലും ഇല്ലാത്ത പാർട്ടി ഞങ്ങളിവിടെ അനധികൃതമായി ചേർക്കുമ്പോൾ നിങ്ങൾ എന്ത് കണ്ടിരിക്കുകയായിരുന്നു? ഇവിടെ നിങ്ങളൊക്കെ പോയി തൂങ്ങിച്ചാവുന്നതാണ് നല്ലത്. 60,000 കള്ള വോട്ട് ഞങ്ങളിവിടെ ചേർക്കുമ്പോൾ കേരളത്തിലെ ഏറ്റവും വലിയ പാർട്ടി എന്ന് അവകാശപ്പെടുന്ന CPM-ഉം ഏറ്റവും വലിയ ജനപിന്തുണയുള്ള പാർട്ടി എന്ന് പറയുന്ന UDF-ന്റെയും പ്രവർത്തകർക്ക് അത് കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നിങ്ങൾ കെട്ടിത്തൂങ്ങിച്ചാവുന്നതാണ് നല്ലത്. സുരേഷ് ഗോപി മറുപടി പറയേണ്ട ഒരു ആവശ്യമില്ല. തെരഞ്ഞെടുപ്പ് നടത്തിയത് പാർട്ടി, അദ്ദേഹം പാർട്ടി ചിഹ്നത്തിൽ മത്സരിച്ച സ്ഥാനാർത്ഥി മാത്രമാണ്. 1% പോലും അദ്ദേഹത്തിന് മറുപടി പറയേണ്ട ആവശ്യമില്ല. അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് സാധുവായിട്ടുള്ളതാണ്. 3/4 ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ജയിച്ചതാണ്. എന്തെങ്കിലും ആക്ഷേപം ഉണ്ടായിരുന്നെങ്കിൽ തെരഞ്ഞെടുപ്പ് ചട്ടം ലംഘിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് കോടതിയിൽ പോകാമായിരുന്നു. സുരേഷ് ഗോപിയെ വിജയിപ്പിച്ചത് പാർട്ടിയാണ്. ഏതോ ഒരു സ്ത്രീ പറഞ്ഞെന്ന പേരിൽ 75,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ച സുരേഷ് ഗോപിയെ പരിഹസിക്കാൻ ശ്രമിക്കുകയാണെന്നും സുരേന്ദ്രൻ പറഞ്ഞു. കന്യാസ്ത്രീകളുടെയും വൈദികരുടെയും കാര്യത്തിലെല്ലാം പാർട്ടി അധ്യക്ഷൻ വിശദീകരിച്ചിട്ടുണ്ട്. അതിരൂപതയ്ക്ക് ഒരു കുഴപ്പവുമില്ല. നിങ്ങൾ പ്രശ്നമുണ്ടാക്കാതിരുന്നാൽ മതിയെന്നും മാധ്യമങ്ങളോട് സുരേന്ദ്രൻ പറഞ്ഞു. TCV ന്യൂസ്, തൃശൂർ. വിവാദങ്ങൾക്കിടെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി തൃശൂരിലെത്തി. രാവിലെ 9:30 വന്ദേ ഭാരത് ട്രെയിനിലാണ് സുരേഷ് ഗോപി തൃശൂരിലെത്തിയത്. വൻ വരവേൽപ്പാണ് BJP പ്രവർത്തകർ സുരേഷ് ഗോപിക്ക് നൽകിയത്. മുദ്രാവാക്യം വിളിയോടെയാണ് സുരേഷ് ഗോപിയെ വരവേറ്റത്. വൻ പോലീസ് സന്നാഹത്തോടെയായിരുന്നു കേന്ദ്രമന്ത്രി റെയിൽവേ സ്റ്റേഷന് പുറത്തേക്കെത്തിയത്. തുടർന്ന് കഴിഞ്ഞ ദിവസം രാത്രി CPM ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിനിടെ പരിക്കേറ്റ് അശ്വിനി ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന BJP പ്രവർത്തകരെ സുരേഷ് ഗോപി സന്ദർശിച്ചു. വോട്ട് വിവാദങ്ങൾക്കുറിച്ചുള്ള മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് സുരേഷ് ഗോപി പ്രതികരിച്ചില്ല. ഇതുവരെ ചെയ്ത സഹായങ്ങൾക്ക് നന്ദിയെന്ന് മാധ്യമപ്രവർത്തകരോട് പരിഹാസപൂർവ്വം പറഞ്ഞു. ചേറൂരിലെ ക്യാമ്പ് ഓഫീസിലെത്തിയ സുരേഷ് ഗോപി അല്പസമയം ഓഫീസിൽ ചെലവഴിച്ച ശേഷം ഛത്തീസ്ഗഡിൽ അറസ്റ്റിലായ കന്യാസ്ത്രീ സിസ്റ്റർ പ്രീതയുടെ അങ്കമാലിയിലെ വീട്ടിലേക്ക് പോയി.
ലോക്സഭാ തെരഞ്ഞെടുപ്പ് വേളയിൽ ആലത്തൂരിൽ നിന്നും തൃശൂർ മണ്ഡലത്തിൽ ചേർത്ത വോട്ടുകൾ തിരികെ ചേർക്കുന്നതായി ആക്ഷേപം. കോലഴി പഞ്ചായത്തിലെ ശോഭ സിറ്റി മേഖലയിൽ നിന്നും 236 പേരാണ് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ അപേക്ഷ നൽകിയത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിലെ അയ്യന്തോൾ, പൂങ്കുന്നം മേഖലകളിൽ BJP മാറ്റിച്ചേർത്ത വോട്ടുകളാണ് ഇതെന്ന് കോലഴി മുൻ പഞ്ചായത്ത് പ്രസിഡന്റും കോൺഗ്രസ് നേതാവുമായ NA സാബു ആരോപിച്ചു. ഇതിനെതിരെ കോൺഗ്രസ് പഞ്ചായത്ത് സെക്രട്ടറിക്ക് പരാതി നൽകിയതായും സാബു പറഞ്ഞു. വോട്ടുകൊള്ള ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മണ്ഡലത്തിലെ വോട്ടർ പട്ടികകളുടെ വിശദ പരിശോധന തുടങ്ങി. തൃശൂർ നിയമസഭാ മണ്ഡലത്തിലെ 17 ബൂത്തുകളിലെ പട്ടികയാണ് പരിശോധിക്കുന്നത്. 17 ബൂത്തുകളിലെ ചുമതലക്കാരെയും വിളിച്ചുവരുത്തിയാണ് പരിശോധന നടത്തുന്നത്. ജനാധിപത്യവും ഭരണഘടനാപരമായ മൂല്യങ്ങളെ തിരികെ പിടിക്കുന്നതിനുള്ള വലിയ പോരാട്ടമായിട്ട്, പക്ഷെ എന്നാൽ ആ ഉദ്ദേശ ലക്ഷ്യത്തെ മറികടക്കുന്നതിനായിട്ടാണ് ഇന്നലെ BJPയും CPMഉം ഈ പ്രശ്നത്തെ തെരുവിൽ കെട്ടിക്കൊണ്ട് രംഗത്ത് വന്നു. രാഹുൽ ഗാന്ധിയുടെ ഉദ്ദേശം എന്ന് പറയുന്നത് ജനാധിപത്യ ഭരണഘടന മൂല്യങ്ങളുടെ സംരക്ഷണമാണ്. അത് സംരക്ഷിക്കേണ്ടത് ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളോടൊപ്പം ചേർന്നുകൊണ്ടായിരിക്കണം. പക്ഷേ BJP ഉദ്ദേശിക്കുന്നത് അവർ നടത്തിയ വോട്ടിന്റെ കൊള്ള, വോട്ടിന്റെ ക്രമക്കേട്, അത് ജനങ്ങളുടെ ശ്രദ്ധയിൽ നിന്നും മാറ്റുന്നതിന് വേണ്ടി അവർ ഈ പ്രശ്നത്തെ തെരുവിലേക്ക് കൊണ്ട് വലിച്ചഴിച്ചിരിക്കുകയാണ്. ഇത് ആ ഉദ്ദേശത്തിലേക്കുള്ള അവരുടെ പോക്കിൽ BJPയുടെ കയ്യിലെ കരുവായി മാറി CPM. അത് വളരെ ഖേദകരമാണ്. CPM ഈ പ്രശ്നത്തിൽ അഖിലേന്ത്യാ തലത്തിൽ കോൺഗ്രസിന്റെ ഒപ്പം UPA മുന്നണികളുടെ ഒപ്പമുള്ള കക്ഷിയാണ്. പക്ഷെ ഇവരുടെ ഉദ്ദേശ ലക്ഷ്യത്തിന്റെ കാര്യത്തിൽ ഇവരുടെ കയ്യിലെ കരുവായി മാറി. ഈ പ്രശ്നം തെരുവിൽ തല്ലി തീർക്കേണ്ട ഒന്നല്ല. ഇതിന് പരിഹാരം കാണേണ്ടത് ഇലക്ഷൻ കമ്മീഷനാണ്. രാജ്യത്താകമാനം നടന്ന ക്രമക്കേട് തൃശ്ശൂരിലും നടന്നു എന്നതിന്റെ തെളിവാണ് ഞങ്ങൾ ആദ്യ ദിവസം പുറത്തുവിട്ടത്. അതിന്റെ ചോട് പിടിച്ചാണ് ഇപ്പോൾ ഓരോന്ന് പുറത്തു വരുന്നത്. ഈ പ്രശ്നം പരിഹരിക്കേണ്ടത് ഇവിടുത്തെ ഇലക്ഷൻ കമ്മീഷനാണ്, അല്ലാണ്ട്. തൃശൂർ ലോക്സഭാ മണ്ഡലത്തിലെ വോട്ടർ പട്ടിക ക്രമക്കേടുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ സംസ്ഥാന മുഖ്യ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥൻ രഥൻ യു ഖേൽക്കറിന് അഡ്വക്കേറ്റ് VS സുനിൽകുമാർ വിശദമായ മറുപടി നൽകി. കഴിഞ്ഞ ദിവസം മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ അയച്ച കത്തിനാണ് മറുപടി നൽകിയത്. നിയമസഭാ സെക്രട്ടേറിയറ്റിലെ ഓഫീസിലെത്തിയാണ് അഡ്വക്കേറ്റ് V സുനിൽകുമാർ തെളിവുകൾ കൈമാറിയത്. ഇരിങ്ങാലക്കുട ടൗൺ കോപ്പറേറ്റീവ് ബാങ്കിന്റെ ലാഭകരമല്ലാത്ത 3 ശാഖകൾ അടച്ചുപൂട്ടാൻ ഒരുങ്ങുന്നതായി സൂചന. കഴിഞ്ഞ ദിവസം ചേർന്ന് ഡയറക്ടർ ബോർഡ് യോഗത്തിൽ ഇത് സംബന്ധിച്ച് ചർച്ച നടന്നതായാണ് സൂചന. ബാങ്കിന്റെ ഹെഡ് ഓഫീസിലടക്കം വിവിധ ശാഖകളിൽ പ്രവർത്തിക്കുന്ന താൽക്കാലിക ജീവനക്കാരെ പിരിച്ചുവിടാൻ ഒരുങ്ങുന്നതായും സൂചനയുണ്ട്. റിസർവ് ബാങ്ക് നേരത്തെ ബാങ്ക് അധികൃതർക്ക് ലാഭകരമല്ലാത്ത ശാഖകൾ പൂട്ടാനും താൽക്കാലിക ജീവനക്കാരെ പിരിച്ചുവിടാനും നേതൃത്വം നൽകിയിരുന്നു. എന്നാൽ റിസർവ് ബാങ്കിന്റെ മാനദണ്ഡങ്ങൾ പാലിക്കാത്തതിനെ തുടർന്ന് കടുത്ത നിയന്ത്രണങ്ങളാണ് ITU ബാങ്കിന് ഏർപ്പെടുത്തിയിരിക്കുന്നത്. നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയതിനെ തുടർന്ന് നിക്ഷേപകർക്ക് 6 മാസത്തിലൊരിക്കൽ 10,000 രൂപ മാത്രമാണ് പിൻവലിക്കാൻ സാധിക്കുകയുള്ളൂ. റിസർവ് ബാങ്ക് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി തുടർന്ന് 100 കണക്കിന് നിക്ഷേപകരാണ് ആശങ്കയിലുള്ളത്. ഇരിങ്ങാലക്കുട ITU ബാങ്കിന് മുന്നിൽ നിക്ഷേപത്തുക തിരികെ ആവശ്യപ്പെട്ട് ദമ്പതികൾ കുത്തിയിരിപ്പ് സമരം നടത്തി. ഇരിങ്ങാലക്കുട കോമ്പാറ സ്വദേശി തേക്കാനത്ത് ഡേവിസ്, ഭാര്യ താണ്ട, മക്കളായ ജിജി, ജിഷ എന്നിവരാണ് കുത്തിയിരിപ്പ് സമരം നടത്തിയത്. ഹൃദ്രോഗിയായ ഡേവിസിന് ചികിത്സയ്ക്കായി പണം ആവശ്യപ്പെട്ട് നിരവധി തവണ ബാങ്കിനെ സമീപിച്ചിട്ടുണ്ടെങ്കിലും പണം നൽകിയില്ലെന്ന് കുടുംബം ആരോപിച്ചു. പ്രവാസിയായിരുന്ന ഡേവിസിന് ലക്ഷങ്ങളുടെ നിക്ഷേപം ബാങ്കിലുണ്ടെന്ന് കുടുംബം പറഞ്ഞു. ചാലക്കുടിയിലെ സ്വകാര്യ ആശുപത്രിയിലെ ചികിത്സാ രേഖകൾ ബാങ്ക് അധികൃതർ ആവശ്യപ്പെട്ടതിനനുസരിച്ച് നൽകിയെങ്കിലും റിസർവ് ബാങ്കിന്റെ അനുമതി ലഭിച്ചില്ലെന്ന് പറഞ്ഞ് ബാങ്ക് പണം തരുന്നില്ലെന്നും കുടുംബം ആരോപിച്ചു. പണം ആവശ്യപ്പെട്ടപ്പോൾ ബാങ്ക് അധികൃതർ മോശമായാണ് പെരുമാറുന്നതെന്നും മകൾ ജിഷ പറഞ്ഞു. ഡോക്ടറെ റിപ്പോർട്ടായിട്ട് വന്നു. അപ്പൊ റിപ്പോർട്ട് മാത്രമല്ല, എന്താ പറയാ, ആ ഫയലിലെ ഹിസ്റ്ററി മൊത്തം വേണ്ട. 2021 തുടങ്ങിയുള്ള എല്ലാ ഹിസ്റ്ററിയും അവർക്ക് കൊണ്ടുപോയി. അതിൽ ഇപ്പൊ RBIയുടെ രജിസ്ട്രേഷൻ കിട്ടിയിട്ടില്ല, അനുമതി കിട്ടിയിട്ടില്ല. ഇവര് പത്രസമ്മേളനത്തിൽ പറയണ്ടല്ലോ, അങ്ങനെ പഠിപ്പിനോ അല്ലെങ്കിൽ രോഗത്തിനോ അല്ലെങ്കിൽ വിവാഹത്തിനോ അല്ലെങ്കിൽ അങ്ങനത്തെ.
മാള കുരുവരശ്ശേരിയിലെ ആകെയുള്ള 4 സെന്റിലെ വീടിനു ചുറ്റും കുടിവെള്ള ടാങ്കുകളാണെങ്കിലും എല്ലാം കാലിയാണ്. കുടിവെള്ളത്തിന് ജലനിധി കണക്ഷൻ ഉണ്ടെങ്കിലും ടാങ്കുകൾ നിറയാൻ മഴ വരുന്നത് കാത്തിരിക്കേണ്ട അവസ്ഥയിലാണ്. കുരുവലശ്ശേരി റോഡിലെ 4 സെന്റ് വീതമുള്ള സ്ഥലത്തെ 8 കുടുംബങ്ങൾ. തുടർച്ചയായുള്ള മഴയുണ്ടായാൽ മാത്രമേ ഇവിടത്തെ വീടുകളിലെ എല്ലാ ടാങ്കുകളും നിറയുകയുള്ളൂ. ജലനിധി പദ്ധതിയിലൂടെ വെള്ളം ലഭിക്കുന്നത് മാസത്തിൽ 2 തവണ പോലും ഇല്ലെന്നാണ് ഇവിടത്തെ താമസക്കാർ പറയുന്നത്. ഉയർന്ന പ്രദേശമായതിനാൽ വെള്ളം കയറുന്നില്ലെന്നാണ് ജലനിധി അധികൃതരുടെ വാദം. ആകെയുള്ള പൊതുകിണറിൽ മഴ മാറിയാൽ വെള്ളം താഴെ പോകും. എല്ലാ കുടുംബങ്ങളിലേക്കും വെള്ളം കോരിയെടുക്കുന്നത് ഈ കിണറിൽ നിന്നാണ്. പൈപ്പിൽ വെള്ളം എത്തുമ്പോഴോ അല്ലെങ്കിൽ മഴയുള്ളപ്പോഴോ നിറച്ചുവെക്കാനാണ് ടാങ്കുകൾ കൂടുതലായി വാങ്ങിവെച്ചിട്ടുള്ളത്. പല വീടുകളിലും 10 മുതൽ 15 വരെ ടാങ്കുകളാണ് വീടിന് ചുറ്റുമുള്ളത്. ഇവയെല്ലാം നിറഞ്ഞു കാണണമെങ്കിൽ ശക്തമായ മഴ പെയ്യണം. വേനലിൽ അവസ്ഥ കൂടുതൽ രൂക്ഷമായിരിക്കും. പല വീട്ടുകാരും താമസം മാറ്റേണ്ടി വരുന്ന അവസ്ഥയാണ്. വീടിന് ചുറ്റും വെള്ളത്തിന്റെ വലുതും ചെറുതുമായ ടാങ്കുകളാണെന്നും ആകെയുള്ള 4 സെന്റ് സ്ഥലത്ത് വീടൊഴികെയുള്ള ഭാഗത്ത് ടാങ്കുകൾ നിരത്തിവെച്ചിരിക്കുകയാണെന്നും ചേറാട്ട് വീട്ടിൽ വിജി അനീഷ് പറഞ്ഞു. ഞങ്ങൾക്ക് 15 ദിവസം 20 ദിവസമൊക്കെ എത്തിയിട്ടാണ് ഈ മഴക്കാലത്ത് വെള്ളം വരുന്നത്. വീടിന് ചുറ്റും ടാങ്കുകളും കാര്യങ്ങളോ. പക്ഷെ ഇങ്ങനെ നല്ലൊരു വീട് പണിതിട്ട് പോലും നമുക്ക് ആവശ്യത്തിന് പെരുമാറാനോ കൊള്ളാനോ ഒന്നിനൊരു സൗകര്യമില്ല. വെള്ളത്തിന്റെ ബുദ്ധിമുട്ടാണ്. ഈ 15 ദിവസമൊക്കെ വരുമ്പോഴേ മഴക്കാലം അല്ലേ, അവർക്കൊന്ന് ആഴ്ചയിലെങ്കിലും ഒരു വിട്ടൂടെ. ഇപ്പൊ എത്ര പ്രാവശ്യം വിളിച്ചൊക്കെ ഓരോന്ന് ചോദിക്കണത് എല്ലാവരോടും. TCV ന്യൂസ് മാള. യുവാവിനെ ആക്രമിച്ച് 20,000 രൂപ വീതം വില വരുന്ന വാച്ചും മൊബൈൽ ഫോണും കവർച്ച ചെയ്ത കേസിലെ 3 യുവാക്കളെ പുതുക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തു. ആനന്ദപുരം ഇടയാട്ടുമുറി സ്വദേശി ഞാറ്റുവെട്ടി വീട്ടിൽ അനുരാജ്, കൊറ്റനല്ലൂർ പട്ടേപ്പാടം സ്വദേശികളായ തൈപ്പറമ്പിൽ വീട്ടിൽ നിഖിൽ, വേലാമ്പറമ്പിൽ അബ്ദുൾ ഷാഹിദ് എന്നിവരാണ് അറസ്റ്റിലായത്. ഇടയാട്ടുമുറി കിണർ സ്റ്റോപ്പിന് സമീപം 2 ദിവസം മുൻപായിരുന്നു സംഭവം. കറുകുറ്റി സ്വദേശി ചക്കിയത്ത് വീട്ടിൽ റോബിനെയാണ് കാർ തടഞ്ഞു നിർത്തി പ്രതികൾ ആക്രമിച്ചത്. മാള ചാക്കാട്ടിക്കുന്നിൽ കള്ളുഷാപ്പിൽ വെച്ച് ഒരാളെ ആക്രമിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലെ പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. ചാക്കാട്ടിക്കുന്ന് സ്വദേശി കോനാട്ടു വീട്ടിൽ ജിഷ്ണുവാണ് അറസ്റ്റിലായത്. മടത്തുംപടി മാങ്കുഴിപ്പറമ്പിൽ ശ്യാംകുമാറിനെ ആക്രമിച്ചതിനാണ് കേസ്. മെയ് 20 രാത്രിയിലായിരുന്നു സംഭവം. തുടർന്ന് ഒളിവിലായിരുന്ന ജിഷ്ണുവിനെ വെങ്കിടങ്കിൽ നിന്നാണ് പോലീസ് പുലർച്ചെ പിടികൂടിയത്. SIമാരായ KT ബന്നി, OP അനിൽ, ASI KT ഷീജ തുടങ്ങിയവർ അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നു. പനി ബാധിച്ച് ചികിത്സയിലായിരുന്ന യുവതി മരിച്ചു. മതിലകം CK വളവ് പടിഞ്ഞാറുവശം താമസിക്കുന്ന വടക്കേ അങ്ങാടി തസ്ലിന്റെ ഭാര്യ മെഹറുനിസയാണ് മരിച്ചത്. 28 വയസ്സായിരുന്നു. കൊടുങ്ങല്ലൂർ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. ഇടവേള. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വാർത്തകൾ തുടരുന്നു. കൊടുങ്ങല്ലൂരിൽ പാമ്പുകടിയേറ്റ് ചികിത്സയിലായിരുന്ന യുവതി മരിച്ചു. വടക്കേനടയിലെ നാസ് കളക്ഷൻസ് ഉടമ കൊല്ലിയിൽ നിസാറിന്റെ ഭാര്യ ജസ്നയാണ് മരിച്ചത്. 2 ദിവസം മുൻപ് വീട്ടുമുറ്റത്തു നിന്നും പാമ്പുകടിയേറ്റ ജസ്ന എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. കാഞ്ഞാണി റോഡിൽ മനക്കുടി ചേറ്റുപുഴ പാടത്ത് ടോറസ് ലോറി വഴിയോരത്തെ കടയിലേക്ക് പാഞ്ഞുകയറി. ആർക്കും പരിക്കില്ല. പുലർച്ചെയുണ്ടായ അപകടത്തിൽ ഒരു തട്ടുകട പൂർണ്ണമായും തകർന്ന് അവശിഷ്ടങ്ങൾ സമീപത്തെ പാടശേഖരത്തിൽ പതിച്ചു. മറ്റൊരു കട ഭാഗികമായി തകർന്നു. തൃശൂർ ഭാഗത്തേക്ക് പോയിരുന്ന ലോറിയാണ് അപകടത്തിൽപ്പെട്ടത്. മനക്കുടി സ്വദേശി സണ്ണിയുടേതാണ് കട. സമീപത്തുള്ള ചാഴൂർ സ്വദേശി അശ്വതിയുടെ കട ഭാഗികമായി തകർന്നു. നേട്ടങ്ങളുടെ ട്രാക്കിൽ സ്വർണ്ണത്തിളക്കത്തോടെ സോന. ഏറിയാട് കേരളവർമ്മ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 8ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് സോന. ജില്ലാ അമച്വർ അത്ലറ്റിക് മീറ്റിൽ ഇരട്ട മെഡൽ നേടി 200 മീറ്ററിൽ സ്വർണവും 100 മീറ്ററിൽ വെള്ളിയുമാണ് നേടിയത്. കുഞ്ഞ്
കുഞ്ഞിലേ തൊട്ട് ഇങ്ങനെ സ്പോർട്സിൻ്റെ എന്നുവെച്ചാൽ 2 പഠിക്കുമ്പോഴും ഒക്കെ ഉപജില്ലയിൽ അങ്ങനെ പോയി ഇതുണ്ടായിരുന്നു. പിന്നെ 5 തൊട്ട് ഇതേപോലെ ഉപജില്ലയിൽ പോയി സ്പോർട്സിലേക്ക് അങ്ങനെ സ്കൂളിൽ ടീച്ചേഴ്സ്, പിന്നെ PT പ്രസിഡന്റ്, ടീച്ചേഴ്സ് എല്ലാവരും സപ്പോർട്ട്, പിന്നെ ഫ്രണ്ട്സും PT ടീച്ചറും ഡെസി ടീച്ചറൊക്കെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോൾ സ്റ്റേറ്റ് മീറ്റും വരുന്നുണ്ട് സ്കൂളും, അതിലും ഇതേപോലെ പ്രൈസ് വാങ്ങണം. അതേപോലെ ഇനിയുള്ള അങ്ങോട്ടേക്ക് സ്റ്റേറ്റിലൊക്കെ പ്രൈസ് വാങ്ങിക്കണം. അമ്മയുടെ സപ്പോർട്ട് ഉള്ളത് കൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഇത്രയും എത്തണത്. രാവിലെ 6 മണി തൊട്ട് 8 മണി വരെയും ഇവിടെ നമ്മുടെ KVHS മോർണിംഗ് അവിടെ ഗ്രൗണ്ടിൽ ചെയ്യും. അമ്മ വീട്ടിലാക്കി ഗ്രൗണ്ടിലാക്കി തരും. അങ്ങനെ എപ്പോഴും അമ്മയുടെ സപ്പോർട്ടുണ്ട് അവിടെ. പിന്നെ അവിടുത്തെ ക്ലബ്ബുണ്ട്, അവരും നല്ല പോലെ സപ്പോർട്ടാണ്. എറിയാട് പണിക്കമ്പടി കൊല്ലംപറമ്പിൽ സതീശൻ ഫൗസിയ ദമ്പതികളുടെ മകളാണ് സോന. സംസ്ഥാന മീറ്റിൽ സ്വർണം നേടുക, ദേശീയ മീറ്റിൽ പങ്കെടുക്കുക എന്നതാണ് സോനയ്ക്ക് മുന്നിൽ ലക്ഷ്യം. കടങ്ങോട് പഞ്ചായത്തിലെ തൊഴിലുറപ്പ് ഓഫീസർമാർ CPM-ന് വേണ്ടി പണിയെടുക്കുന്നു എന്ന ആരോപണവുമായി BJP മെമ്പർമാർ തൊഴിലുറപ്പ് തൊഴിലാളികളെ പാർട്ടി പരിപാടികളിൽ പങ്കെടുപ്പിക്കുന്നത് ഓഫീസർമാരാണെന്ന് മെമ്പർമാരായ അഭിലാഷ് കടങ്ങോട്, MV ധനീഷ് എന്നിവർ പറഞ്ഞു. കഴിഞ്ഞ ദിവസം വെള്ളറക്കാട് മുക്രിയ ഓഡിറ്റോറിയത്തിൽ വെച്ച് CPM-ന്റെ തൊഴിലാളി സംഘടന നടത്തിയ പരിപാടിയിലേക്ക് 18 വാർഡുകളിലെയും തൊഴിലുറപ്പ് തൊഴിലാളികളെ പണിക്കിറങ്ങാൻ അനുവദിക്കാതെ തൊഴിലുറപ്പ് ഓഫീസർമാർ നിർബന്ധിച്ച് പങ്കെടുപ്പിച്ചു. ഇതിനു മുൻപും ഇത്തരത്തിലുള്ള പരാതി ഉയർന്നിട്ടുണ്ട്. തൊഴിലുറപ്പ് പദ്ധതി അട്ടിമറിക്കുന്ന പ്രവർത്തനങ്ങൾക്ക് CPM-ഉം പഞ്ചായത്ത് ഭരണസമിതിയും ഓഫീസർമാരും ശ്രമിക്കുന്നുവെന്നും BJP മെമ്പർമാർ ആരോപിച്ചു. ഓരോ ദിവസവും തൊഴിലുറപ്പ് പദ്ധതിയെ നശിപ്പിക്കുന്ന തരത്തിലുള്ള ഇത്തരം പ്രവർത്തനങ്ങളുമായി വരുന്ന ഉദ്യോഗസ്ഥന്മാരെയും അവരെ ചെയ്യിപ്പിക്കുന്ന ഇവിടുത്തെ CPM-കാരെയും ഈ പഞ്ചായത്തിൽ കയറി വന്നിട്ട് ഈ ഉദ്യോഗസ്ഥന്മാർക്ക് ഇവിടെ ഓഫീസുകളിൽ കയറി വന്ന് പ്രവർത്തിക്കുന്ന പുറത്തുള്ള CPM പ്രവർത്തകരുണ്ട്, ആ നേതാക്കന്മാരുണ്ട്. അവർക്കെതിരെ കൃത്യമായ നടപടിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ പ്രതിഷേധം ചെയ്യുന്നത്. ഏകദേശം 1000 തൊഴിലാളികൾ ആക്റ്റീവ് പണിക്കാരുള്ള ഈ പഞ്ചായത്തിൽ 2024-25 വർഷത്തിൽ വെറും 216 പേർക്ക് മാത്രമേ 100 പണി നൽകാൻ പഞ്ചായത്തിന് കഴിഞ്ഞിട്ടുള്ളൂ. ഇതിനു പുറമെയാണ് ക്രമക്കേടുകളും നിയമലംഘനങ്ങളും നടത്തുന്നത്. പരാതി നൽകിയിട്ടും ഭരണസമിതിയും സെക്രട്ടറിയും നടപടി സ്വീകരിക്കുന്നില്ല. ഇതിനെതിരെ BJP-യുടെ നേതൃത്വത്തിൽ ശക്തമായ സമരപരിപാടികളും നിയമ നടപടികളുമായി മുന്നോട്ടു പോകുമെന്ന് അഭിലാഷ്, ധനീഷ് എന്നിവർ അറിയിച്ചു. TCV ന്യൂസ്, എരുമപ്പെട്ടി. വോട്ടർ പട്ടിക ക്രമക്കേടിനെതിരെ പ്രതിഷേധിച്ച പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയെ അറസ്റ്റ് ചെയ്ത നടപടിയിൽ ചേർപ്പ് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി. അഡ്വക്കേറ്റ് സുനിൽ ലാലൂർ ഉദ്ഘാടനം ചെയ്തു. സിജോ ജോർജ് അധ്യക്ഷത വഹിച്ചു. KR ചന്ദ്രൻ, ഷൈജു, സായിറാം, പ്രിയൻ പെരിഞ്ചേരി, കുട്ടിക്കൃഷ്ണൻ നടുവിൽ, K രാമചന്ദ്രൻ, K നന്ദകുമാർ, ടോമി പല്ലിശ്ശേരി, സൈറ ലത്തീഫ്, പൈലി ആന്റണി തുടങ്ങിയവർ നേതൃത്വം നൽകി. തൃശൂർ അരിസ്റ്റോ റോഡിന്റെ ഉദ്ഘാടനത്തിൽ കൌൺസിലർമാർ സ്ഥാപിച്ച ഫലകം കോർപ്പറേഷൻ വാഹനം ഉപയോഗിച്ച് ഇടിച്ചു തകർത്ത മേയറുടെ അഹങ്കാരത്തിന് തിരിച്ചടി ഉണ്ടാകുമെന്ന് കൌൺസിലർ ജോൺ ഡാനിയൽ പറഞ്ഞു. കൌൺസിലർമാർ വെച്ച ഫലകം കോർപ്പറേഷന്റെ ലോറി കൊണ്ട് ഇടിച്ചു തകർത്ത മേയർ ചങ്കൂറ്റമുണ്ടെങ്കിൽ മന്ത്രിയെക്കൊണ്ട് അനാച്ഛാദനം ചെയ്യിച്ച ഫലകം അരിസ്റ്റോ റോഡിൽ സ്ഥാപിക്കാൻ വെല്ലുവിളിക്കുന്നതായി ജോൺ ഡാനിയൽ പറഞ്ഞു. ഗുരുവായൂർ ക്ഷേത്ര പാരമ്പര്യ നായർ തറവാട്ടു കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ചിങ്ങം 1 ആഘോഷിക്കാറുള്ള ചിങ്ങ മഹോത്സവം ഞായറാഴ്ച നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ഉച്ചതിരിഞ്ഞ് മഞ്ജുലാലിന് സമീപം വാദ്യ പ്രവീൺ ഗുരുവായൂർ ജയപ്രകാശിന്റെ പ്രാമാണത്വത്തിൽ 251 വാദ്യകലാകാരന്മാർ അണിനിരക്കുന്ന മഞ്ജുൾ ആൽത്തറ മേളം നടക്കും. ഭാരവാഹികളായ അഡ്വക്കേറ്റ് രവി ചങ്കത്ത്, KT ശിവരാമൻ നായർ, അനിൽ കല്ലാറ്റ്, ബാലൻ വാറനാട്ട്, ശ്രീധരൻ മാമ്പുഴ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. രാഹുൽ ഗാന്ധിയെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ച് നാട്ടിക ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി നടത്തിയ പ്രതിഷേധ യോഗം DCC സെക്രട്ടറി അനിൽ പുളിക്കൽ ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് PI ഷൌക്കത്ത് അലി അധ്യക്ഷത വഹിച്ചു. ദിലീപ് കുമാർ, വിജയൻ, നൌഷാദ്, വിനു തുടങ്ങിയവർ സംസാരിച്ചു. മച്ചാട് സാന്ത്വന സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്തിലെ കിടപ്പുരോഗികളുടെ പരിചരണത്തിന്റെ ഉദ്ഘാടനം മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മേരി തോമസ് നിർവഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് TV സുനിൽകുമാർ ഫ്ളാഗ് ഓഫ് ചെയ്തു. മച്ചാട് സാന്ത്വനം സൊസൈറ്റി പ്രസിഡന്റ് TK ഗോപാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. സാന്ത്വന സൊസൈറ്റി ബോർഡ് അംഗങ്ങളായ NG സന്തോഷ് ബാബു, AK സുരേന്ദ്രൻ, CK ബൈജു, C സുരേഷ് എന്നിവർ സംസാരിച്ചു. തിരുവില്ലാമല കൊച്ചു പറക്കോട്ടുകാവിൽ ഇല്ലം നിറ ആഘോഷിച്ചു. ക്ഷേത്ര മേൽശാന്തി മരുതേരി ശശി നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ഇല്ലം നിറ ചടങ്ങുകൾ നടന്നത്. വിശേഷാൽ പൂജകൾക്ക് ശേഷം കതിരുകൾ ഭക്തർക്ക് വിതരണം ചെയ്തു.
വിദ്യാരംഗം കലാസാഹിത്യവേദി കുന്നംകുളം ഉപജില്ലയുടെ പ്രവർത്തനോദ്ഘാടനവും സെമിനാറും ബദനി സെന്റ് ജോൺ സ്കൂളിൽ നടന്നു. കുന്നംകുളം നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ ഉദ്ഘാടനം നിർവഹിച്ചു. വാർഡ് കൌൺസിലർ ബിജു സി ബേബി അധ്യക്ഷത വഹിച്ചു. കുന്നംകുളം എഇഒ എ മൊയ്തീൻ, ഗിന്നസ് സത്താർ, ജി ബിനോജ്, പി സി റെജിമോൻ, അനീഷ് ലോറൻസ്, ഫാദർ യാക്കൂബ് തുടങ്ങിയവർ സംസാരിച്ചു. ഗുരുവായൂർ ക്ഷേത്രനഗരിയെ ഹർത്താലുകളിൽ നിന്ന് ഒഴിവാക്കണമെന്ന് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റ് സമ്മേളനം ആവശ്യപ്പെട്ടു. സമ്മേളനം ജില്ലാ പ്രസിഡന്റ് കെ വി അബ്ദുൽ ഹമീദ് ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് സി ടി ഡെന്നിസ് അധ്യക്ഷനായി. യൂണിറ്റ് ജനറൽ സെക്രട്ടറി പുത്തൂർ രമേശ്, സെക്രട്ടറി എൻ രാജൻ, ട്രഷറർ ടി കെ ജേക്കബ്, നിയോജകമണ്ഡലം കൺവീനർ ജോജി തോമസ് എന്നിവർ സംസാരിച്ചു. യുണൈറ്റഡ് എടവിലങ്ങിന്റെ നേതൃത്വത്തിൽ ഇന്റർ ക്ലബ് ചാമ്പ്യൻഷിപ്പിന് തുടക്കമായി. 4 ടീമുകളാണ് മത്സരത്തിൽ പങ്കെടുക്കുന്നത്. സിവിൽ എക്സൈസ് ഓഫീസർ പി എം ജദീർ ടൂർണമെന്റ് ഉദ്ഘാടനം ചെയ്തു. ക്ലബ് ചെയർമാൻ ഷഫീഖ് ദാദ അധ്യക്ഷത വഹിച്ചു. ക്ലബ് സെക്രട്ടറി അഡ്വക്കേറ്റ് നി അമദ്, ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ഉല്ലാസ്, എടവിലങ് പഞ്ചായത്ത് പ്രസിഡന്റ് നിഷ അജിതൻ എന്നിവർ സംസാരിച്ചു. നിങ്ങളിതുകൊണ്ട് എന്തായാലും നിങ്ങൾക്കൊരു തിരുവല്ലാമല പാമ്പാടി വടക്കേ കൂട്ടാല ഭദ്രകാളി ക്ഷേത്രത്തിൽ ഇല്ലം നിറ നടത്തി. ക്ഷേത്രം മേൽശാന്തി എം സജിത് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. പൂജിച്ച നെൽക്കതിരുകൾ ഭക്തർക്ക് വിതരണം ചെയ്തു. നവസാങ്കേതിക വിദ്യ ഉപയോഗിക്കുമ്പോൾ പ്രതീതിയും യാഥാർത്ഥ്യവും നാം വേർതിരിച്ചറിയേണ്ടതുണ്ടെന്ന് കേരള പോലീസ് അക്കാദമി ഡയറക്ടർ കെ സേതുരാമൻ പറഞ്ഞു. സത്യാനന്തര കാലത്ത് പ്രതീതിയും യാഥാർത്ഥ്യവും വേർതിരിച്ചറിയാൻ ബുദ്ധിമുട്ടുണ്ടെന്നും നവസാങ്കേതിക വിദ്യയുടെ രാഷ്ട്രീയ യവനത്തിലൂടെയാണ് അത് സാധിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ബ്രിട്ടൻ ക്വീൻ സർവകലാശാലയിലെ കമ്പ്യൂട്ടർ സയൻസ് പ്രൊഫസർ ഡോക്ടർ പി ദീപക് രചിച്ച പ്രതീതിയും യാഥാർത്ഥ്യവും നവസാങ്കേതിക വിദ്യയുടെ രാഷ്ട്രീയ വായനകൾ എന്ന പുസ്തകം പ്രകാശനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തൃശൂർ സെന്റ് തോമസ് കോളേജ് കമ്പ്യൂട്ടർ സയൻസ് വിഭാഗം മേധാവി റമീല രവീന്ദ്രൻ പുസ്തകം ഏറ്റുവാങ്ങി. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സിൻഡിക്കേറ്റ് അംഗം ഡോക്ടർ കാവുമ്പായി ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ ജിജു എ മാത്യു, ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ സി എൽ ജോഷി, സെക്രട്ടറി അഡ്വക്കേറ്റ് ടി വി രാജു, ശാസ്ത്രാവഭേദ സമിതി കൺവീനർ സി ബാലചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. ബംഗാൾ ഉൾക്കടലിന് മുകളിൽ ആന്ധ്ര ഒഡീഷ തീരത്തിന് സമീപം ന്യൂനമർദ്ദം രൂപപ്പെട്ടതിനാൽ കേരളത്തിൽ കൂടുതൽ പ്രദേശങ്ങളിൽ മഴയ്ക്ക് സാധ്യത. 2 ജില്ലകളിൽ മഴ മുന്നറിയിപ്പുകളുണ്ട്. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടത്തരം മഴയ്ക്കും മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റിനും സാധ്യതയുണ്ട്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് നിലവിൽ മഴ മുന്നറിയിപ്പ് നിലനിൽക്കുന്നത്. 2 ജില്ലകളിലും യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. മതിലകത്ത് നിന്ന് മുള്ളൻ പന്നിയെ പിടികൂടി. മതിലകം പള്ളിക്ക് സമീപത്തെ കടകൾക്ക് മുന്നിൽ പരിക്കേറ്റ നിലയിൽ മുള്ളൻ പന്നിയെ കണ്ടത്. നാട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്ന് ഫോറസ്റ്റ് അധികൃതർ എത്തി മുള്ളൻ പന്നിയെ കൊണ്ടുപോയി. തോളൂർ പഞ്ചായത്തിൽ ജനകീയ ആസൂത്രണ പദ്ധതി അനുസരിച്ച് നിർമ്മാണം പൂർത്തിയാക്കിയ അക്വാപോണിക്സ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലീല രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. തോളൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീകല കുഞ്ഞുണ്ണി അധ്യക്ഷത വഹിച്ചു. കുണ്ടുകുളങ്ങര വീട്ടിൽ ഡോൺ മാർട്ടിനും ഭാര്യ ട്വിങ്കിളിനുമാണ് അക്വാപോണിക്സ് പരിപാലിക്കുന്നത്. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഷീന വിൽസൺ, ബ്ലോക്ക് മെമ്പർ ആനി ജോസ്, വാർഡ് മെമ്പർ കെ ജി പോൾസൺ, ഷീന തോമസ്, ഫിഷറീസ് ഓഫീസർ എ സുലൈമാൻ എന്നിവർ സംസാരിച്ചു. ഒല്ലൂർ തൈക്കാട്ടുശ്ശേരിയിൽ അയൽവാസിയുടെ വീട്ടിലെ സെപ്റ്റിക് ടാങ്കിൽ വീണ പശുവിനെ അഗ്നിശമന സേന രക്ഷപ്പെടുത്തി. കുറ്റൂക്കാരൻ മേരിയുടെ വീട്ടിലെ സെപ്റ്റിക് ടാങ്കിലേക്കാണ് അയൽവാസി വർഗീസിന്റെ ഉടമസ്ഥതയിലുള്ള പശു വീണത്. അഗ്നിശമന സേന അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ അനിൽകുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പശുവിനെ രക്ഷപ്പെടുത്തിയത്. ഫയർ റെസ്ക്യൂ ഓഫീസർമാരായ വി രമേശ്, ഉടമ വർഗീസ് എന്നിവർ സെപ്റ്റിക് ടാങ്കിൽ ഇറങ്ങി ബെൽറ്റ്, റോപ്പ് എന്നിവ ഉപയോഗിച്ച് കരയ്ക്ക് കയറ്റിയത്. SKJMC സംസ്ഥാന വ്യാപകമായി നടത്തുന്ന 1500 ഇഷ്ക് മജ്ലിസിന്റെ ജില്ലാതല പോസ്റ്റർ പ്രകാശനം പന്നിത്തടം ജുമാ മസ്ജിദിൽ നടന്നു. SKSSF സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സെയ്ദ് ഹമീദ് അലി ശിഹാബ് തങ്ങൾ പ്രകാശനം നിർവഹിച്ചു. SKJM തൃശൂർ ജില്ലാ പ്രസിഡന്റ് മൊയ്തീൻ കുട്ടി മുസ്ലിയാർ കേച്ചേരി അധ്യക്ഷത വഹിച്ചു.
മുഹമ്മദ് സ്വാലി അൻവാരി ചേകന്നൂർ, ജില്ലാ വൈസ് പ്രസിഡന്റ് സുലൈമാൻ ദാരിമി കടവല്ലൂർ, സിംല ഹസൻ, ഹാഫിൽ അഹമ്മദ് നസീം ഖാലവി തുടങ്ങിയവർ സംസാരിച്ചു. എടത്തുരുത്തി പഞ്ചായത്ത് കുടുംബശ്രീ CDSന്റെ 27ാം വാർഷികം സംസ്ഥാന യുവജന ക്ഷേമ ബോർഡ് അംഗം ഗ്രീഷ്മ അജയ് ഘോഷ് ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് TK ചന്ദ്രബാബു അധ്യക്ഷത വഹിച്ചു. കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ ഡോക്ടർ സലീം, പ്രോഗ്രാം മാനേജർ അജീഷ സജി, മഞ്ജുള അരുണൻ, VK ജ്യോതി പ്രകാശ് തുടങ്ങിയവർ സംസാരിച്ചു. നമ്മുടെ കുടുംബശ്രീ സഹായിക്കുന്നത് ഉൾപ്പെടെയുള്ള നിരവധിയായ പ്രവർത്തനം പലിശയ്ക്ക് വായ്പകൾ നൽകിക്കൊണ്ട് മുന്നോട്ട് നയിച്ചത്. അവർ പ്രാപ്തരാകുമ്പോൾ അവർ അതെല്ലാം ഉപയോഗപ്പെടുത്തുന്നതിനുള്ള ഒരു ശാക്തീകരണം കൂടി അവർക്ക്. ലക്ഷത്തിലധികം വരുന്ന സ്ത്രീകളെ സ്വയം പര്യാപ്തമാക്കി. കാരണം 98-ൽ നായനാർ ഗവൺമെൻറ്റിൻ്റെ കാലത്താണ് കുടുംബശ്രീ ഉണ്ടാക്കിയത്, അല്ലെങ്കിൽ ആദ്യമായി വന്നത് എന്ന് നിങ്ങളിൽ എല്ലാവർക്കും അറിയായിരിക്കും. കടവല്ലൂർ സ്കൂൾ സ്റ്റോപ്പിൽ നിന്നും വിദ്യാർത്ഥികളെ കയറ്റാതെ പോകുന്ന സ്വകാര്യ ബസ്സുകൾ തടഞ്ഞ് ഡ്രൈവർമാർക്ക് ചൂടുള്ള കട്ടൻ ചായ സ്റ്റീൽ ഗ്ലാസിൽ നൽകി പ്രതിഷേധിച്ചു. കുറ്റിപ്പുറം ഭാഗത്തു നിന്ന് വരുന്ന സ്വകാര്യ ബസ്സുകളാണ് സ്റ്റോപ്പിൽ നിർത്താതെയും യാത്രക്കാർ ഇറങ്ങാനുണ്ടെങ്കിൽ ബസ് സ്റ്റോപ്പിന് ദൂരെ നിർത്തി യാത്രക്കാരെ ഇറക്കിയതും പോകുന്നത്. സ്റ്റോപ്പിൽ നിർത്താതെ പോകുന്ന ബസ്സുകളുടെ ദൃശ്യങ്ങൾ മൊബൈൽ ഫോണിൽ പകർത്തി കുന്നംകുളം പോലീസിന് കൈമാറിയിരുന്നു. PTA വൈസ് പ്രസിഡന്റ് സുദീപ്, കമ്മിറ്റി അംഗങ്ങളായ റഫീഖ് കടവല്ലൂർ, പൊതുപ്രവർത്തകരായ ഹസൻ, ശ്രീരാഗ് തുടങ്ങിയവർ പ്രതിഷേധത്തിന് നേതൃത്വം നൽകി. കളഞ്ഞുകിട്ടിയ സ്വർണ്ണമോതിരം തിരികെ നൽകി യുവാവ് മാതൃകയായി. പാടൂർ കുളങ്ങരക്കകത്ത് ജബ്ബാറിനാണ് അലിമൂൽ ഇസ്ലാം ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപത്തു നിന്നും 1 പവന്റെ മോതിരം കണ്ടുകിട്ടിയത്. പാവർട്ടി പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിച്ച മോതിരം ഉടമസ്ഥൻ ഷിബിന് കൈമാറി. SIമാരായ OV അനുരാജ്, TC വിനോദ്, ഉണ്ണികൃഷ്ണൻ എന്നിവരുടെ സാന്നിധ്യത്തിലാണ് മോതിരം ഉടമയ്ക്ക് കൈമാറിയത്. പങ്കാളിത്ത പെൻഷൻ പിൻവലിച്ച് പെൻഷൻ പുനഃസ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് സ്റ്റേറ്റ് NPS എംപ്ലോയീസ് കളക്ടീവ് കേരളയുടെ നേതൃത്വത്തിൽ ലോങ് മാർച്ച് നടത്തും. ശനിയാഴ്ച കളക്ടറേറ്റിലേക്ക് നടത്തുന്ന ലോങ് മാർച്ച് സംസ്ഥാന ട്രഷറർ ഷാഹിദ് റഫീഖ് ഉദ്ഘാടനം ചെയ്യും. ജില്ലാ പ്രസിഡന്റ് EV അശോകൻ, ജില്ലാ സെക്രട്ടറി സജി ജോസഫ്, കൺവീനർ PK ഷിനോദ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ സംസ്ഥാന ജനറൽ കൗൺസിൽ ശ്രീനാരായണപുരത്ത് നടന്നു. AITUC സംസ്ഥാന ജനറൽ സെക്രട്ടറി KP രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ സംസ്ഥാന പ്രസിഡന്റ് TJ ആഞ്ചലോസ് അധ്യക്ഷനായി. ET ടൈസൺ MLA, KG ശിവാനന്ദൻ, TK സുധീഷ്, TP രഘുനാഥ്, KS ജയ, T രഘുവരൻ, KC സതീശൻ തുടങ്ങിയവർ സംസാരിച്ചു. തീരപ്രദേശത്തെ ജനങ്ങൾ എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ കഷ്ടപ്പെട്ട് കഴിയുന്ന ആൾക്കാരാണ്. കടലിൽ മത്സ്യബന്ധനത്തിന് പോകുന്നവർ എന്ന് പറയുമ്പോൾ അതൊരു വലിയ എപ്പോഴും ഒരു അപകടത്തിൻ്റെയും മറ്റ് പലതരത്തിലുള്ള. പ്രധാന വാർത്തകൾ വീണ്ടും. തൃശൂർ കമ്മീഷണർ ഓഫീസിലേക്ക് BJP നടത്തിയ മാർച്ചിൽ സംഘർഷം. പ്രവർത്തകർക്ക് നേരെ പോലീസ് 3 തവണ ജലപീരങ്കി പ്രയോഗിച്ചു. സുരേഷ് ഗോപിയുടെ ക്യാമ്പ് ഓഫീസ് ബോർഡിൽ കരിയോയിൽ ഒഴിച്ചവർക്കെതിരെ നടപടിയെടുത്തില്ലെങ്കിൽ ക്ലിഫ് ഹൌസിലും കരിയോയിൽ ഒഴിക്കുമെന്ന് BJP മുൻ സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ. വോട്ട് വിവാദങ്ങൾക്കിടെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി തൃശൂരിലെത്തി. പരിക്കേറ്റ് ചികിത്സയിലുള്ള BJP പ്രവർത്തകരെ ആശുപത്രിയിൽ സന്ദർശിച്ചു. മാധ്യമങ്ങളോട് പരിഹസിച്ച സുരേഷ് ഗോപി. വോട്ടുകൊള്ള ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വോട്ടർ പട്ടികകളുടെ വിശദ പരിശോധന തുടങ്ങി. വോട്ടർ പട്ടിക വിവാദത്തിൽ സംസ്ഥാന മുഖ്യ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥന് തെളിവുകൾ കൈമാറി VS സുനിൽകുമാർ. ഇരിങ്ങാലക്കുട ടൗൺ കോപ്പറേറ്റീവ് ബാങ്കിന്റെ ലാഭകരമല്ലാത്ത 3 ശാഖകൾ അടച്ചുപൂട്ടാൻ നീങ്ങുന്നതായി സൂചന. നിക്ഷേപ തുക തിരികെ ആവശ്യപ്പെട്ട് ദമ്പതികൾ ബാങ്കിന് മുന്നിൽ സമരം നടത്തി. വീടിന് ചുറ്റും കുടിവെള്ള ടാങ്കുകൾ ഉണ്ടെങ്കിലും കുടിവെള്ളം ലഭിക്കാതെ മാള കുരുവിലശ്ശേരിയിലെ കുടുംബങ്ങൾ. ടാങ്കുകൾ നിറയാൻ മഴ വരുന്നത് കാത്തിരിക്കേണ്ട അവസ്ഥയിലാണ് കുടുംബങ്ങൾ. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.